ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ഇന്നലെ പനിയായിരുന്നു. മേനുവിന് പനിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മിനിയാന്ന് കൊച്ചിന് പനി രാത്രി ഒരു വൈകുന്നേരം ആയപ്പോൾ നല്ല ചൂടുണ്ടായി. അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തണുപ്പ് മഴയും ഉണ്ടായി, അപ്പോൾ കുറച്ച് തണുപ്പും ഉണ്ടായി. ഇപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൂടി കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബോഡി നമ്മുടെ ഹീറ്റ് ആവൂലേ, അങ്ങനെ ആയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷേ നല്ല ചൂട് തല. അപ്പോൾ തന്നെ ഞാൻ മേനോട് പറഞ്ഞാൽ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വേഗം കാഷ്വാലിറ്റി കൊണ്ടുപോയി. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 102 ഡിഗ്രി ഉണ്ട് പനി. നിന്നെ പറ്റി തന്നെ പറയണേ. നോക്കിയൊക്കെ അന്തം വിട്ട് ഞാൻ എന്താ പറയണത്. 102 ഡിഗ്രി ഉണ്ട് കേട്ടാ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ പനിയായപ്പോൾ. മേനുവിന് പനിയുള്ളപ്പോൾ എനിക്ക് കൊച്ചിന് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ മേനുവിനെ നോക്കണ്ടേ. അപ്പോൾ അവന് പനി വന്നപ്പോൾ എനിക്ക് പിന്നെ ആകെ ടെൻഷനും ഭയങ്കര സങ്കടമൊക്കെ ആയി. പിന്നെ അപ്പോൾ അവരൊരു ഡ്രോപ്സ് മരുന്ന് എഴുതി തന്ന്. അപ്പോൾ 3 നേരം കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പുള്ള കയ്യിലിരുന്ന പിടക്കുള്ള, അല്ലെങ്കിൽ കയ്യിലിരുന്ന പിടപ്പ് തന്നെ. ഇന്നലെ വണ്ടിയിൽ പോയിട്ട് അനങ്ങണില്ല. മിനിയാന്നാട്ടാ പോയത് രാത്രി. അനങ്ങണില്ല, ഇങ്ങനെ കയ്യിൽ ഒരു ഇരിപ്പിരുന്ന് അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കണ പുള്ള പെട്ടെന്ന് നമ്മൾ അനങ്ങാണ്ടിരിക്കും. പിന്നെ കളിപ്പിച്ചിട്ടൊന്നും ചിരിക്കാണ്ടൊക്കെ ആയപ്പോൾ നല്ല സങ്കടം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഫസ്റ്റ് മരുന്ന് കൊടുത്ത്. എനിക്ക് ആ ടെൻഷനിൽ വേഗം ഞാൻ മരുന്ന് കൊടുത്തിട്ട് പിന്നെ പാൽ കൊടുത്ത്. അപ്പോൾ അവൻ അതേപടി അങ്ങോട്ട് കൊട്ടി. അപ്പോഴാണ് മേനു പറഞ്ഞ പാല് കൊടുത്തിട്ട് നീ മരുന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ഫുള്ള് ഛർദ്ദിക്കുന്നു പറഞ്ഞു. അതിന് പിന്നെ അപ്പോൾ മരുന്ന് കൊടുത്തില്ല. പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമ്പോൾ കിടത്തുമ്പോൾ എണീക്കാണ്. തൊട്ടി കിടന്ന് ആടിയിട്ടും ഉറങ്ങണില്ല, കരച്ചിൽ. എൻ്റെ കയ്യിലിരുന്നാൽ ഉറങ്ങും, അല്ലാണ്ട് ഉറങ്ങണില്ല. എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് ഒരു ടൈം കഴിഞ്ഞപ്പോൾ. ഒരു ഇതാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണ് തുറന്നിരുന്ന്. ഇവനിപ്പോൾ പണി എന്താ പറയുക, കൈ വായലിട്ടിട്ട് ഈ ചുമക്കലോ ഓക്കാനിക്കലോ പണി. എന്നിട്ട് ഒരുവിധം ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണടയാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ കണ്ണടഞ്ഞു പോയിട്ട് ഞാനത് മാക്സിമം പിടിച്ചിരുന്നു. കാരണം ഉറങ്ങിയതിനെ പുള്ളെൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്തേക്കും. അതിൻ്റെ ബെഡിലെ താഴെയാണ് ബെഡിട്ടെങ്കിലും എനിക്ക് പേടി. പുള്ള പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴ്ത്തേക്ക് വെറുതെ പുള്ളക്ക്. അങ്ങനെ വെളുപ്പിന് വരെ അങ്ങനെ ഇരുന്ന്. വെളുപ്പിനായപ്പോൾ പുള്ളി ഒന്ന് ഓക്കെ ആയി. അപ്പം തന്നെ വേഗം നല്ലോണം പാലും കൊടുത്തിട്ട് കുറച്ച് മരുന്നും കൊടുത്ത് പുള്ളി ഓക്കെ. എന്നിട്ട് രാവിലെ എന്തെങ്കിലും തൊട്ടി കിടത്തി ഉറക്കിയപ്പോൾ ഉറങ്ങി. മേല് തുടച്ചു കൊടുത്ത്. ഡോക്ടർ തുടച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ മേല് തുടച്ചു കൊടുത്ത്. ഇന്നലെ ഒരു ഇതൊക്കെ ആയിരുന്നു. രാത്രി ഉറങ്ങി, മാഷാഅല്ലാഹ് നല്ലോണം ഉറങ്ങി. ഓല്ലു ഇപ്പം ഞാനിപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, തുടപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ കിടത്തി വയ്ക്കട്ടാ, കാണിച്ചു തരാം. അതിൻ്റെ ആരിത് അവിടെ പൊന്നിന് ഇന്നലെ വയ്യേന അല്ല. ഇങ്ങനെ ചിരിക്കണ പുള്ള പെട്ടെന്ന് ചിരിക്കാണ്ടായപ്പോൾ പെട്ടെന്ന് നല്ല വിഷമം. പാൻ്റൊക്കെ ഇട്ടാ, അല്ലോ പാൻ്റൊക്കെ ഇട്ടിട്ട് ആര് വന്നേക്കണേ, നിന്റെ ആര് വന്നേക്കണേ, അതിൻ്റെ ആര് വന്നേക്കണേ. അപ്പോൾ മേനു എണിച്ചിട്ടില്ല. മേനു ഇപ്പം നമ്മുടെ കൂടെ റൂമിൽ കിടക്കണില്ല. മേനതേ അവിടെ കിടക്കണം. അവിടെ അല്ലെങ്കിൽ അപ്പുറം റൂമിൽ കൊടുക്കുക. 2 റൂമുണ്ട് ഇവിടെ. അപ്പോൾ മേനു പനി വന്നപ്പോഴേ പറഞ്ഞു ഞാൻ മാറി കിടന്നോളാം, പുള്ളക്ക് വരണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നമ്മളൊരു വീട്ടിൽ താമസിക്കണല്ലേ, അങ്ങനെ ചുമക്കുകയും ഒക്കെ ചെയ്യണല്ലേ. മാഷാഅല്ലാഹ് എനിക്ക് വന്നിട്ടില്ല, വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നോർമലി വരണതിന് കുഴപ്പമില്ല. പക്ഷേ കൊച്ചുള്ളതും കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ ക്ഷീണിച്ചതിന് എനിക്ക് എൻ്റെ മോനെ നോക്കണ്ടേ, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ്ടേ. ഇന്നലെ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായി. പുള്ളക്ക് പനിയാന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞ് ഉമ്മച്ചിക്കും വയറുവേദന അങ്ങനെ എന്തൊക്കെയൊക്കെ ആണ്. ഞാൻ പറഞ്ഞു ഉമ്മച്ചി വയ്യെങ്കിൽ വരാൻ നിൽക്കണ്ടാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്നാലും വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരമല്ല, ഒരു ഉച്ചയായപ്പോഴേക്കും വന്ന്. എനിക്ക് കറിയും മീൻ പൊരിച്ചതും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയിട്ടാണ് വന്നത് ഉമ്മച്ചി. ഞാൻ പറഞ്ഞു ഞാനൊരു പോളം ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കറി ഉണ്ടാക്കണ്ടെന്ന് ഓർത്ത് കൊണ്ടുവന്നതായിരിക്കാം. പക്ഷേ ഞാൻ ഇന്നലത്തെ കറി എന്തോ ഉണ്ടായി, ഞാൻ ചൂടാക്കി കഴിച്ചായിരുന്നു ഞാൻ ഓൾറെഡി. രാവിലെ തന്നെ വിശന്ന് നല്ലോണം. മിനിയാന്ന് പിന്നെ ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ വേഗം പോയി പാലൊക്കെ വാങ്ങിച്ച് എനിക്ക് കോഫിയൊക്കെ ഇട്ടെന്ന് ഞങ്ങൾ 2 റസ്ക്കും ഇതൊക്കെ തിന്ന്. പക്ഷെ ഇന്നലെ ക്ഷീണം ഉണ്ടായില്ല കേട്ടാ. ഞാനിപ്പോൾ മേനടുത്ത് പറയായിരുന്നു എനിക്ക് ആ ക്ഷീണമില്ല. മേനു പറയാം അതാ പടച്ചോൻ തൻ്റെ കഴിവുകളാന്നൊക്കെ.
ഇന്നലെ എൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഇന്നലെ നല്ലോണം ഉറങ്ങി. ഇന്നലെ ഇവനെ ഉറക്കി കിടന്ന വർഷം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലും ഫോണിൽ നോക്കിയേ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കില്ല. ഇന്നലെ അതിനൊന്നും നിന്നില്ല, ഉറങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മേനു എണീച്ചിട്ടില്ല. ഇനിയിപ്പോൾ പയറുകറി ഉണ്ട്. ഇന്നലെ ഞാൻ പയറുകറി വൈകുന്നേരം രാത്രി കുക്കറിലിട്ട് വിസിലടുപ്പിച്ചിട്ടുള്ളൂ, അതൊന്നും ആക്കിയിട്ടില്ല. വിസിലടുപ്പിച്ച് അതേപടി ഉണ്ട്. ഇനി അതൊന്ന് താളിച്ചോല എടുക്കണം. പയററിയും അപ്പവും തിന്നാന്ന് വിചാരിച്ച്. പയർ കറി കേട്ടോ, വലിയ പയറില്ലേ, അപ്പം അത് തിന്നണം. ഇപ്പം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കുറേ പേര് പറയാണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ, ഡെയിലി വീഡിയോ ഇടൂ എന്നൊക്കെ. ഡെയിലി വീഡിയോ ഇടണം എന്നാണ് ഇനി എൻ്റെ ഒരു ആഗ്രഹം. ഡെയിലി ഇടണം എന്ന് എൻ്റെ ഒരു ഇഷ്ടം. ഇടാം എന്തായാലും. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ രാവിലെ വീഡിയോ എടുത്തെങ്കിൽ പിന്നെ ചിലപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ മറന്നു പോകും ബാക്കി എടുക്കാൻ. അങ്ങനെ ഇനി ഇവനൊന്ന് കുറച്ച് നേരം പുറത്തൊന്ന് കാഴ്ചാണിക്കട്ടെ. രാവിലെയൊക്കെ ഒന്ന് കാഴ്ചാണിക്കൽ പണി. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരുത്തിയിട്ട് തന്നെ നടത്തി കോഫിയൊക്കെ ഉണ്ടാക്കിയതിട്ടാ. ഞാനൊന്ന് കാഴ്ചാണിക്കട്ടെ. സംസാരിച്ച് ബോറടിപ്പിക്കില്ല. കണ്ട, ഇതാ പണി. കൈ വായിലിടും, വിരൽ വായിലിടും, ഓക്കാനിക്കും. ഇനി നീ ഓക്കാനിക്കും, ഇനി കൈ വായിലിട്ടിട്ടൊക്കെ കൈ വായിലിട്ടിട്ടോ. നമുക്ക് കാഴ്ച കാണാ. We can go outside? We can go? Oh? Come, let's go. വെട്ടം കാണുമ്പോൾ ഇപ്പോൾ കണ്ണ് ചിന്നിട്ടാ. രാവിലത്തെ വെട്ടം നല്ലതാണെന്നാ പറയണേക്ക. ഇതുപോലെ പടപ്പങ്കളിയുള്ള ഒരാൾ പെട്ടെന്ന് ആ പടപ്പ് ഇങ്ങോട്ട് ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഇനിമോനിഷ്ടം. എൻ്റെ ഇനിമോനിഷ്ടം രാവിലെ തന്നെ തുടപ്പിച്ച് ഇങ്ങോട്ട് തരും. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെയല്ലേ നമ്മളെ കാണാനുള്ളത്. ഇനി അവൻ കുറച്ച് നേരം കാഴ്ച കാണട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കിച്ചണിലാണ്. വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞത്. കാരണം മോൻ ഉറങ്ങി. ഞാനപ്പോൾ വേഗം മുടിയാവണം. മേനുവിൻ്റെയും എൻ്റെതും കൂടുതൽ മുടി വേഗമാവണം വീട്ടിൽ. ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി. ഹോളും റൂമും കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി. റൂം കൂടി അടിക്കാനുണ്ട്. അപ്പോൾ കഴിക്കണോടത്തെ വേഗം ഒന്ന് അടിച്ചു വാരി. ബിക്കോസ് നമുക്ക് തിന്നാനിരിക്കുമ്പോൾ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. നമ്മൾ താഴെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ടേബിളൊന്നും കാസർഗോഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ അപ്പം ഞാൻ കറി കാണിച്ചുതരാം. ഞാനിപ്പോൾ വൻപയർ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുണ്ടാക്കിയതാട്ടോ. ടേസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പം ഞാൻ കുഞ്ഞപ്പം ഉണ്ടാക്കണം. കാരണം നമുക്കിത് മൂടി വെക്കണം, മൂടിയില്ല. അപ്പോൾ കുഞ്ഞപ്പം. അപ്പോൾ അതിങ്ങനെ കുഞ്ഞപ്പം ആകുമ്പോൾ ഒരു 5-6 തിന്നാലോ. അതെ, ഇത്രയും ചുട്ട് അത് ഞാനിനി ഒഴിക്കണം. കാണിച്ചു തരാം കേട്ടോ. ഇനി ഒഴിക്കുമ്പോൾ ശരിയാവുന്നില്ലായിരിക്കും. അധികം മുരിയണ്ട. വരൂ വേണ്ട. വീഡിയോ എടുക്കണോണ്ട് സാധനം നേരെ എടുക്കണ്ടോ നോക്കി. അയ്യോ, ഞാനെന്താക്കും, ഇങ്ങനെ കുറച്ച് എണ്ണ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യും. ഇത് വലിയ അപ്പം ചുട്ടാൽ സുഖം, 2-3 ചുട്ടാൽ മതി. ഇതിപ്പോൾ മൂടിയില്ലാത്ത കൊണ്ട് ഇനി ഒരു കയ്യിൽ ഇങ്ങനെ എടുക്കാം. ഞാനെന്ത് ചെയ്യുന്ന ഇപ്പോൾ ഫോം പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് വട്ടമാവാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തിന്നണം. കോഫി ഞാൻ രാവിലെ ഉണ്ടാക്കി. ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചു. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല.
കട്ടൻ കാപ്പി ഇഷ്ടമാണ്. എന്താണാവോ കാപ്പിനോട് ഇഷ്ടം. ഞാനപ്പോൾ മോനുറങ്ങി ആണോ. ആ തൊട്ടിയുള്ളതുകൊണ്ട് വളരെ ഉപകാരം. പക്ഷെ പനി ആയതുകൊണ്ട് അവൻ അതിൽ കിടന്നിട്ടേ ഇല്ല. അത് വേറെ കാര്യം. അതിൽ നാട്ടിയിട്ടും ആടനെ ഉണ്ടായില്ല കരച്ചിൽ. പനി മാറിയല്ലോ. ഇനിയിപ്പോൾ ഞാനിതൊക്കെ ഫുള്ള് ചുട്ടായിട്ട് ഇനി അപ്പം നമുക്ക് തിന്നുമ്പോൾ കാണാം. ഞാൻ ഉണ്ടാക്കിയോട്ട് പറയല, സ്വയം പൊക്കാൻ നിന്നപ്പോൾ ചുമ. നല്ലതാ. ഇന്നലെ കറി ഒരു വട്ടം വേവിച്ചതാ. അതിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടു. എന്നിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിനകത്ത് മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടിയൊക്കെ ഇട്ടാക്കി. സാധനങ്ങൾ തീർന്നു. സവാളൊക്കെ തീർന്നിന് വാങ്ങണം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് നല്ലതാണോ? പയററി നല്ലുണ്ട്. പനിയൊക്കെ മാറിയില്ലേ? മേനോനെ ആരോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞ കമന്റ് ഇട്ടുണ്ടായി. ഞാൻ സത്യമായി കാണാൻ പറ്റിയില്ല. കാരണം കണ്ണിൽ പുകയായിരുന്നു. നല്ല പനി, എന്തോ ഒരു പനി. ഉള്ളപ്പൊന്നപ്പോ മനസ്സിലായത് അത്രമാത്രം പനി. കയ്യിന്ന് മാറുള്ളല്ല, കാല് കത്തി. സത്യം പറഞ്ഞാൽ ഞാൻ വീഴായിരുന്നു. തീരെ വയ്യായിരുന്നു. പഴയ പോലെയല്ലോ, ഇങ്ങനെ പ്രായം കൂടിയവരല്ലേ. എന്നെ നോക്കണ്ട, അറിയാലോ, സ്വാഭാവികം. ഒയ്യോ, ഞാൻ അറിയാണ്ട് സൂമായി. പക്ഷെ നല്ലുണ്ടായി. അപ്പൊ കഴിക്കൂ, ഞാൻ തിന്നട്ടെ. ഓക്കെ, തിന്നണ്ടാന്നോ? ഇപ്പോഴാട്ട ക്യാമറ കാണാം. ഉറക്കത്തിൽ നെഞ്ചൊരു സ്നേഹമാണ്. സ്നേഹപ്രകടനം. ഹലോ, ക്യാമറ കണ്ട്. എൻ്റെ രാവിലെ എണീച്ചാൽ തന്നെ, രാവിലെ അല്ല കേട്ടോ, രാവിലെ എണീച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചല്ലോ ഉറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടിലിൽ നിന്ന് എണീച്ച് എന്നിട്ട് പിന്നെ ഒരു ഉറക്കുറങ്ങി. ഇവിടെ ഫീഡ് ചെയ്ത് കിടന്നപ്പോൾ അവനൊരു ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ അവിടെ കിടന്നു. അപ്പോൾ എണീച്ചതാണ്. ഒന്നുകൂടി ഫീഡ് ചെയ്തിട്ട് ഇരിക്കുന്നതിന് ആ ശിച്ചോത്തേരി. ഞാൻ ശിച്ചാൻ പറയുമ്പോൾ ശിച്ചു. നമ്മ കൊച്ചേരെ കളിച്ചട്ടെ അല്ലേ? നമ്മ കൊച്ചേരെ കളിച്ചട്ടെ, നമ്മ കൊച്ചേരെ സ്നേഹിച്ചട്ടെ അല്ലേ? പനിയായിട്ട് ആകെ കണ്ണും മുറക്ക് ആകെ വയ്യാണ്ടായതാ മോൻ്റെ. ഇപ്പൊ ഒന്ന് റെഡിയായി വന്നെ. എന്താ തിന്നണേ നീ? എനിക്ക് തരാണ്ട് എന്താ തിന്നണേ? എന്താ തിന്നണെന്ന്? എൻ്റെ അടുത്ത് കിടത്തിയ ആളാട്ടാ. അപ്പോൾ പോണോക്കി. എൻ്റെ വള്ളി വലിച്ചോണ്ടാ പോണത് ഡ്രസ്സിൻ്റെ. ആ അതെ, എങ്ങനെ തല വെച്ചേക്കണ? നേരെ കേക്കടാ. അല്ല, നേരെ കേക്കണ്ട്. കളിക്കട്ടെ.
അപ്പോൾ ഗൈസ് നമ്മൾ ഇനുമോൻ്റെ നഖം വെട്ടട്ടെ. വേഗം വേഗം വളരും. പിള്ളേരുടെ പിന്നെ നോർമലി അങ്ങനെ ആണല്ലോ, വേഗം വളരും. ഞാനിവിടെ സ്റ്റെപ്പും ഇരുന്ന് വെട്ടാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ സ്റ്റെപ്പും ഇരുന്ന് വെട്ടാൻ പോണേ. എൻ്റെ ഇനുമോനോ, ഇനുമോനെ, ഇനുമോനെ. അടി ഇനുമോൻ്റെ നഖം വെട്ടണ്ടേ, അല്ലെങ്കിൽ മുഖത്ത് സ്കാച്ച് വീഴൂലേ? മുഖത്ത് വെട്ടിയില്ലെങ്കിൽ സ്ക്രാച്ച് മുഖത്താക്കൂലേ എൻ്റെ പൊന്ന്? അപ്പം ഞാനിത് വെട്ടിയിട്ട് തരണ്ടേ? അതിപ്പോൾ ഞാനാരും വെട്ടിത്തരൂ? അല്ലോ നഖം വെട്ടണ്ടേ? അതിനടി അപ്പോൾ ഗൈസ് നഖം വെട്ടി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇവന് ഈ അടുത്ത് പോളി കൊടുത്തില്ലേ, അതിൻ്റെ ഇപ്പോഴും ഉണ്ട് മാർക്ക്. നഖം വെട്ടിയത് കാണിച്ചു തരാം. ഇത് പോളി കൊടുത്തതിൻ്റെയാണ്. നഖമൊക്കെ വെട്ടി. ഒന്ന് കാണിച്ചു നോക്കൂ. ഇനി വല്ല ഇനി ഇതാ എല്ലാം വെട്ടി. കാലുമത്തെ ഞാൻ ഈ അടുത്ത് വെട്ടിയായിരുന്നു, അതുകൊണ്ട് ഇല്ല അവിടെ. നല്ല ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2 വട്ടം ഞാനിവന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു 2 വട്ടം ഇവന് ഇതുപോലെ ഞാൻ നഖം വെട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ടായി. 2 വട്ടം തൊലി പോയി. അതേ പിന്നെ എനിക്ക് നഖം വെട്ടാൻ ഭയങ്കര ടെൻഷനാണ്. ഉറങ്ങുമ്പോൾ വെട്ടണേലും സുഖം ഇങ്ങനെ വെട്ടെന്താ. ഞാൻ ഉറങ്ങുമ്പോൾ വെട്ടൽ കുറവാണ്. കാരണം ഉറക്കവും പോവും പിള്ളേടെ. ഇതാവുമ്പോൾ അവനെങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ എനിക്ക് വെട്ടാവുന്നതുള്ളൂ. ഇപ്പം എനിക്കത് ഈസി ആയിട്ട് തോന്നിയേക്കണം. കാലുമേൽ ഇതുപോലെ കിടക്കുമ്പോൾ വെട്ടുന്നതന്നെ എനിക്ക് സുഖം, വെറുതെ കിടത്തിയിട്ട്. ഇവിടെ താഴത്തേക്ക് വിട്ട നല്ല ചൂട്. ഇനിയിപ്പോൾ നഖം കൊടുത്ത് പൊതിഞ്ഞ് വെക്കണം. ഇവിടെ കുഴിച്ചിടാനായിട്ട് സ്ഥലമൊന്നുമില്ല. ഓക്കെ, ഞാൻ പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട്, പയറൊക്കെ ഇട്ടിട്ട്. സ്ഥിരം പനിയായത് കൊണ്ടൊക്കെ എല്ലാവർക്കും. അപ്പോൾ അത് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോട്ടെ. ഇവിടെ നല്ല ചൂടുണ്ട്. ഷീറ്റ് ഇട്ടുണ്ട്, എന്നാലും നല്ല ചൂടുണ്ട്. ഓക്കെ, എവിടെ നഖം വെട്ടിയാരാ? ഓ, ചൂടെടുത്ത് ചുമന്നോടി. താഴത്തേക്ക് പോട്ടാ. ഇവൻ്റെ നഖം വെട്ടിയില്ലേ, പിങ്ക് കളറാട്ടാ. ഒല്ലോ എൻ്റെ പൊന്ന്, ഒല്ലോ താഴത്തേക്ക് ഓടി. അല്ലോ അല്ലോ എൻ്റെ പൊന്ന് ചുമന്ന്. അല്ലോ അല്ലോ പൊന്നിന് ചൂടെടുത്തോടി. ഓ, നല്ല ചൂടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിങ്കാണ് ഇവന്, ബ്ലൂ കിട്ടിയില്ലത്. അല്ല എൻ്റെ മോൻ്റെ കവളോക്ക്. എൻ്റെ പൊന്ന് എത്ര ചൂടെടുത്താ. സോറി ഡി. ആയിക്കോട്ടെ, ഫാനിട്ട് കൊടുക്കട്ടെ. കവള് ചുമന്ന്. ഹലോ അപ്പോൾ ഗൈസ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി കഞ്ഞി ഇവിടെ റെഡി. വെന്തിട്ടുണ്ട്. മേന ഉറങ്ങണമാണ്. അപ്പോൾ എണീച്ചിട്ട് നമുക്ക് കഴിക്കാം. ചോറുണ്ട് കേട്ടോ. ചോറ് ഞാൻ വാർത്തിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി മോരുകറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. മഞ്ഞ ചൂടാക്കി വെച്ചോണം. മഞ്ഞ മോരുകറിയില്ലേ, കുമ്പളങ്ങൊക്കെ ഇട്ട് അത് കൊണ്ടുവന്ന്, മീൻ പൊരിച്ചതൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് കഴിക്കാം. എനിക്ക് അതിൻ്റെ ഇടയിൽ വിശന്നാൽ ഞാൻ കഴിക്കും കേട്ടോ. കാരണം കൊച്ചിന് ഫീഡൊക്കെ ചെയ്യണോണ്ട് വിശക്കാറുണ്ട് സാധാരണ.
അവനോട് ഇരുന്ന് കളിക്കണേ. നഖം വെട്ടി കൊടുത്തില്ലെങ്കിലേ നഖം ഒരിതും വളരുമ്പോഴേക്കും ഞാനിപ്പോൾ വെട്ടും. കാരണം നഖം വെട്ടിയില്ലെങ്കിൽ മുഖത്ത് മൊത്തം സ്ക്രാച്ചാണ്. നഖം വെട്ടിയാലും സ്ക്രാച്ചായിട്ട് ഓരോ അങ്ങോട്ട് ഉരച്ചിട്ട് ഒരു കരച്ചിലുണ്ടാവും. അവനെ വേദന എടുക്കുമല്ലോ. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കരച്ചിൽ നിൽക്കും. ഒരു ഒച്ച അങ്ങോട്ട് എടുക്കും അവന് വേദന എടുത്തിട്ട്. അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവിടെ കിടന്നോളും മാഷാഅല്ലാ. അറിയാൻ തോന്നുന്നു എടുത്ത് നടക്കാൻ വേറെ ആരുമില്ല. വീട്ടിൽ പോയി ആൾമാരെടുത്ത് നടക്കും. ഇങ്ങനെ മൂളി മൂളി കളിച്ചോണ്ടിരുന്നു. നാണം വന്ന പൊന്നാരോണ്. ഞാനിപ്പോൾ അവിടെ വെറുതെ നിന്നപ്പോൾ എന്നെ വിളിക്കണേ. ഞാൻ അത് കിടന്നപ്പോൾ എന്നെ മതിയത്. എന്തിനാ ഇടയ്ക്കിടക്കാൻ ഇത്ര നേരം സ്നേഹിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ക്യാമറ എടുക്കേണ്ടി ഇടയ്ക്കിടക്കും കയ്യിൽ വായിട്ട് ഇനിയിപ്പം കാക്കും കൈ വാങ്ങിക്കാം കൈ വാങ്ങിക്കാം. എൻ്റെ മിനി വേർഷനല്ലേ വേണം. കുറേ പേര് പറയും ചെവിമ പിടിച്ചാതോ. എൻ്റെ മിനി വേർഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. ആണോ നീ ഞങ്ങൾ കുറച്ചേര് സ്നേഹിച്ചട്ടെ. അല്ലേ നമ്മൾ കുറച്ചേര് നഖം കൊണ്ട് മാന്തിയ പാടൊക്കെ ഇട്ടിട്ടാ മൂത്തിട്ട്. ഈ കണ്ണിൻ്റെ സൈഡ് ഉണ്ടാ കേട്ടാ നഖം കൊണ്ട് മാന്തിയതാ. അതാണ് നഖം അപ്പം പൊട്ടണം. ഒരു 2 മാസമൊക്കെ ആവണ വരെ അവനിക്ക് മിറ്റൻസ് ഇട്ട് കൊടുക്കുമായിരുന്നു കയ്യിൽ. അപ്പോൾ കുറേ പേര് ചോദിക്കും ഇതെന്താ സംഭവം. അത് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി പിള്ളേർക്ക് ഇട്ട് കൊടുക്കണ സാധനം. ഇപ്പം ഇട്ട് കൊടുക്കില്ല. ഒരു 3 മാസമൊക്കെ ആയപ്പോഴേക്കും കുറേ പേര് പറഞ്ഞു പിള്ളേരുടെ കൈ വളരെയല്ലേ, അപ്പം ഇങ്ങനെ കൈ ആക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അവർക്ക് വളർച്ചയുടെ ഭാഗമാണ്, അത് ഊരിക്കളയാൻ പറഞ്ഞു. അതേ പിന്നെ ഊരിക്കളഞ്ഞു. കരിവെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഞാനപ്പം മിനിയാന്ന് വയ്യാണ്ടായപ്പോൾ മുഖത്തിന് അടിച്ച് വേദന ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഊരി. ചില്ലിൻ്റെ അല്ല, പൊട്ടണല്ല, മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ്. അമ്മ കൊച്ചു സ്നേഹിച്ചിട്ട് ഓക്കെ. അനങ്ങാണ്ട് കിടക്കട്ട. എന്നെ നോക്കൊരു പുഞ്ചിരി കിട്ടും. എല്ലാരും കണ്ടേ നീ ഇതിലേക്ക് തന്നെ നോക്കും. നീ സ്നേഹിക്കൂല. കൊതി തിന്നട്ടെ. ഇതുകൂടിയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ്. നല്ല മീൻസ് പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാനപ്പോൾ കുളിച്ചു. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനിടയിൽ ഇവനെ എണീച്ചു. ഇവനെ ഫീഡൊക്കെ ചെയ്തു. അവനവിടെ കിടത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ റെയിൻബോ ഒരു ഇട്ടിട്ട് കാണുമെന്ന് അറിയില്ല, കാണിച്ചു തരാം.
വാവ്, ഡേടാ പൊന്ന ഇനു ബേബി റെയിൻബോ കണ്ടിട്ടുണ്ടാ? നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ കാലാവസ്ഥ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും തോന്നുമ്പോൾ. ഉറക്കം ശരിയായിട്ടില്ല ഇവൻ്റെ. ഒന്ന് ഉറങ്ങി എണീക്ക്. ഇവനെങ്ങനെയാണെന്ന് പറയുക, ഉറങ്ങി എണീച്ച് ആരെ കണ്ടില്ലെങ്കിൽ കണ്ണടച്ച് കിടന്നോളൂ കേട്ടോ. ആരെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ അവനെങ്ങനെ അവരെ നോക്കി വെക്കും. അവൻ ഉറക്കം പിന്നെ മറന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒന്ന് ചിണുങ്ങി ഒന്ന് കരഞ്ഞ് ഉറക്കത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഇരുന്നപ്പോഴേക്കും മേനുവിനെ കണ്ടു. അപ്പോൾ മേനുവിനെ നോക്കിയിരുന്നു. അപ്പോൾ ആ ഉറക്കം അങ്ങോട്ട് പോയി. ഉറക്കം മതിയായില്ലെങ്കിൽ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും അല്ലേ ഇനി. അപ്പം അകത്തേക്കോട്ടെ, മിന്നലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. അപ്പം മഴയുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ മേ ബി ഐ വിൽ കണ്ടിന്യൂ. നോക്കാം, അല്ലെങ്കിൽ ഞാനിതിവിടെ ഉണ്ടാക്കും. ഗൈസ്, മേനുവിൻ്റെ തലയിൽ ഞാൻ പുതിയ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ചെടി തുടങ്ങി. എങ്ങനെയുണ്ട്? ഇനി അത് വളർത്തണം. ഇതൊക്കെ ബാക്കിൽ മേനു സെറ്റപ്പ് ചെയ്തതാണ്. പോളറോയിഡ്സ് നമുക്ക് കിട്ടിയത് അത് മേനുവിൻ്റെ ഒരു ഐഡിയയിൽ മേനു ചെയ്തതാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ മഹനാസ് മൊയ്തു? അപ്പം ഗൈസ്, നമ്മൾ കടയിൽ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പം ഇവന് ഫുൾ കൈ തന്നെ ഇരിക്കട്ടെ, ഇത് മാറ്റിയില്ല. ഇനിയിപ്പോൾ രാത്രി ഡ്രസ്സ് മാറ്റാനുള്ളതാണ്. അപ്പം ഇതന്നെ ഇട്ടുകൊടുത്തൊരു തൊപ്പി ഇട്ടുകൊടുത്ത് നേരത്തെ ഇട്ട പാൻറ് ഇട്ട്. ഞാൻ നേരത്തെ പാൻറ് ഊരിയായിരുന്നു. അധികം നേരം അങ്ങനെ പാൻറ് ഇട്ട് കൊടുക്കരുത്, അവർക്ക് ടൈറ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലേ. കൊടുക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഇനി പോട്ടെ. സവാള ഉള്ളിക്ക് ഉണ്ട് കേട്ടോ, സോറി, സവാള തക്കാളി അതൊക്കെ തീർന്നു. മേനൊന്ന് വരൂ. എന്തേലും പറയാനുണ്ടോ? പനിയാ? ഞാൻ ജസ്റ്റ് വിസിനെ പറയുന്നുണ്ട്. പനിയാണ് കൈസ്, ഒട്ടും വയ്യ, നീട്ടില്ല എന്ന് പറയും. ഇപ്പൊ സാധനങ്ങൾ മേടിക്കാൻ പോണെന്ന് പറയും. എല്ലാരും പ്രാർത്ഥിക്കുക നല്ല പനി പോവാൻ. ഇപ്പൊ ഒരു പ്രാർത്ഥിക്കും, ജാഗണേന്ന് പറഞ്ഞു. ഇത്ര കോമഡി ആയിരുന്നോ? അപ്പൊ എനിക്ക് വയ്യ. അപ്പൊ നമ്മള് കോട്ടയം മഴ പെയ്യുന്നുണ്ട്. ഈ വെട്ടം നല്ലുണ്ട്. നമ്മളിവിടെ പുറത്തുണ്ടാക്കിയെന്നാ വലിയ ലൈറ്റ് ഇട്ട്. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ നല്ലുണ്ട്. രാത്രി ഇപ്പൊ ഇവിടുന്ന് വീഡിയോ എടുക്കാം, ചലഞ്ചുകൾ എടുക്കാം. വെള്ളം നോക്കിയാ നമ്മുടെ പ്രൊമോഷൻ കിട്ടിയ കാർബോർഡാ കിടക്കണം, കാറ്റത്ത് പറന്നിങ്ങട്. ഞാൻ വണ്ടി എടുത്തു തരാം. ഓക്കേ. പനിയായിട്ടൊരു എന്നെ വെറുതെ വിടാനുള്ളൊരു ചാൻസ് ഇല്ല. ഇപ്പൊ പറഞ്ഞില്ല മറുപടി ഞാൻ പറയാം. അത് കട്ടാക്കിട്ട് ഞാൻ പറഞ്ഞിടക്ക് കട്ടാക്കുന്നത്. ഞാൻ പറയണെല്ലാം കട്ട് ചെയ്യണ്. വയ്യാത്ത എന്നെ കൊണ്ട് പോണെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. സവാള ഒക്കെ തീർന്നിട്ടാ. സവാള തീർന്നല്ല പറയട്ടെ. എന്നിട്ട് ഒരു 10 മണി 11 മണി ആകുമ്പോ വിശക്കാനാവുമ്പോ എന്റെ അടുത്തേക്ക് വരും. വിശക്കാനാവുമ്പോ എന്റെ അടുത്ത് പറയും, എനിക്ക് കറി വേണം, എനിക്ക് ചോറ് വേണം, എനിക്ക് കറി ഉണ്ടാക്കണം. ഞാൻ സവാളില്ല ഇപ്പഴാണ് പറയണേ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമ്പോ പോവാന്ന്. അപ്പൊ പോയിട്ടുണ്ടാവൂല. അങ്ങനെയാണ് അവസ്ഥ. എന്നിട്ട് ഞാൻ ഉറങ്ങാനാകുമ്പോ വിശക്കും 10 മണിയൊക്കെ ആവുമ്പോ. അപ്പൊ എനിക്ക് പയറ് കറി വേണം, എനിക്ക് തിന്നണം. അങ്ങനെയൊക്കെയാണ് കഥകൾ. പഴ്സില് പൈസ തപ്പുന്നുണ്ട്. നമുക്കിത് ഇതൊന്ന് നോക്കി. വണ്ടി അപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തേക്കാം. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ എന്താക്കി, ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിന്നു. ഞാനും അപ്പോൾ വണ്ടി തിരിച്ചു വരുന്നുണ്ട്. അതാ വണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ വരെ ഞാൻ നടന്നു, അങ്ങോട്ട് പോയി ഇനി മഴ നനയും. പുള്ളക്കും പനി മാറിയല്ലേ ഉള്ളൂ. സോ അങ്ങനെ ഇനി ബേബി ദാദാൻ്റെ വണ്ടി. ഞാൻ ഡാഡാന്നും പപ്പാന്നൊക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് പാപ്പാന്ന് തന്നെ വിളിക്കുമായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്യില്ല, ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. എന്നാ ഓഫ് ചെയ്തോ, വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. സവാള, തക്കാളി, പൊട്ടറ്റോ, ബീട്രൂട്ട് അതൊക്കെ വാങ്ങിച്ചു.
നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഒരു ലോഡ് സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മേനെ നമ്മൾ താഴെ പാർക്ക് ചെയ്ത്, കാരണം വണ്ടി അവിടെ കൊണ്ടിടണം. അവിടെ നടക്കണ്ടേ, ഇവിടെ 2-3 നിലയിലാണ് നമ്മൾ. സോ നടക്കാണ്ട് കുറച്ച് നമുക്ക് ചെറിയ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, അതന്നെ പണി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.